കടന്നു വന്നപ്പോൾ നിങ്ങളെ ആദ്യം വരവേറ്റത് ഉന്നത വിദ്യാഭ്യാസ ഇടപെടൽ അനിവാര്യമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കേരളത്തിലെ നേതാക്കളടക്കം സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് നമ്മൾ ഒരു റെക്കോർഡ് അച്ചിട്ടുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുവെന്ന് ആഗ്രഹിക്കണമെന്നറിയാൻ അവരുമായിട്ടുള്ള സംവാദത്തിന് തുടക്കം കുറിക്കുകയാണ്. ആദ്യമായി സംവാദത്തിന് ക്ഷണിക്കുന്നത് ഡോക്ടർ ശ്രീജിത്ത് സ്വീഡനിലെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോ ആണ്. കേരളത്തിലെ ഒരു സാധാരണ അഫിലിയേറ്റഡ് കോളേജിൽ പഠിച്ചതിന് ശേഷം പടിപടിയായി അദ്ദേഹം അവിടുത്തെ സർവകലാശാലയിൽ ഇന്ന് പോസ്റ്റ് ഡോക്ടറൽ ഫെലോ ആയിട്ട് ജോലി ചെയ്യുകയാണ്. ഈ ചർച്ച തുടങ്ങാൻ Anjali Jayachandran, who is a doctoral student in University of Strasbourg, France. Her supervising teacher is an advisor to the French President Macron on scientific matters. Anjali, welcome to this interaction. Thank you, sir. Thank you for this opportunity. See, Abhi Tangal would can. Srijit, please come online. Sir, എനിക്കൊരു comment പറയാം. നമ്മുടെ ഈ സെഷൻ ഏതാണ്ട് പൂർണ്ണമായിരിക്കുകയാണ്. In the higher education system in the state and diaspora, although it has a very rich tradition of contact and involvement. Undergraduate education in India. Now we understood initially that ഡോക്ടർ മെമന്റോ ഏറ്റുവാങ്ങാന് ഡോക്ടർ സൈമൺ തട്ടലിനെ ഇതിൻ്റെ ഒരു അക്കാഡമിക് സെഷനിൽ 5 സെഷനിലായിട്ട് നമ്മൾ 23 പേരെയാണ് ക്ഷണിച്ചത്. 23 പേരും പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരാൾ പോലും വരാതിരുന്നിട്ടില്ല. ഇത്ര സീരിയസ് ആയിട്ടാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്തത്. മാത്രമല്ല, ഞങ്ങൾക്കെല്ലാം പുതിയ അറിവുകളും പുതിയ അനുഭവങ്ങളായിരുന്നു ഇവിടെ നിന്ന് കിട്ടിയത്. ഞാൻ തന്നെ വളരെ വിസ്മയത്തോടുകൂടിയാണ് പല പ്രസംഗങ്ങളും കേട്ടത്. 2-3 പ്രസംഗം മാത്രം കേൾക്കാതിരുന്നുള്ള എൻ്റെ പേപ്പർ ഇന്ന് തരണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ കേൾക്കാത്ത പ്രസംഗം കൂടി വായിച്ചിട്ട് ഞാൻ ഉറങ്ങുള്ളൂ. ഉറപ്പായിട്ടും ഇത് ഇന്ന് തന്നെ എല്ലാ പ്രസംഗങ്ങളും സമ്മപ്പ് ചെയ്ത് ഒരു പേപ്പറായിട്ട് ചെയ്യും. ആ പേപ്പർ ഒരു ഡ്രാഫ്റ്റാണ്. ആ ഡ്രാഫ്റ്റിന് പുറത്ത് എല്ലാ യൂണിവേഴ്സിറ്റി ആസ്ഥാനങ്ങളിലും സെമിനാറുകൾ സംഘടിപ്പിച്ച് കുറെ കൂടി അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തും. ഒരു കണ്ടിന്യൂവേഷനാണ്, ഇതിന്റെ കണ്ടിന്യൂവേഷനാണ്. ജനുവരി ഒരു ഡോക്യുമെന്റാണ്, പക്കാ ഡോക്യുമെന്റാണ്. എന്താണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ കുഴപ്പങ്ങൾ, എന്താണ് ഒരു വൈറ്റ് പേപ്പർ പോലെ കുഴപ്പങ്ങൾ എന്താണ് ഓൾട്ടർനേറ്റീവ്, രാവിലെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് 1, 2, 3, 4 ഓരോ രംഗത്തും ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് പറഞ്ഞു, നിയമങ്ങൾ കാലഹരണപ്പെട്ട നിയമങ്ങളാണ്, അത് മാറ്റാൻ വേണ്ടിയിട്ടൊരു മോഡൽ ലെജിസ്ലേഷൻ, ഒരു ചെയ്യാൻ പോകുന്ന ഒരു ലെജിസ്ലേഷൻ, എങ്ങനെയാണ് ഒരു നിയമം ഉണ്ടാകേണ്ടത്. ഇത് ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് ഇന്നത്തെ ഈ കോൺക്ലേവ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി റിഡീമിംഗ് ആൻഡ് റിബൂട്ടിംഗ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള എന്ന പേരിൽ ഒരു ആക്ട്, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു മോഡൽ ആക്ട് കൂടി ജനുവരിയിൽ അവതരിപ്പിക്കും. UDF അധികാരത്തിൽ വരുമ്പോൾ ആക്ട് നിർബന്ധപൂർവ്വം നടപ്പാക്കും. എല്ലാ വശങ്ങളും എല്ലാം കൂടെ ഇന്ന് സംസാരിച്ച
പല സൈഡിൽ ഏറ്റവും അവസാനം സംസാരിച്ച മഹേഷ് ഉൾപ്പെടെ പറഞ്ഞ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വ്യത്യാസം മനസ്സിലായില്ല. പൈസ കൊടുക്കുക പിന്നെ CPO പറഞ്ഞാൽ SC/ST പോലും പൈസ കൊടുത്തിട്ടില്ല, ഗ്രാൻസ് കൊടുക്കാൻ പോലും പൈസ കൊടുത്തിട്ടില്ല, പിന്നെയാണ് യൂണിവേഴ്സിറ്റിക്ക് പൈസ കൊടുക്കുന്നത്. എന്തുമാത്രം പൈസയാണ് കൊടുക്കാനുള്ളത്? ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്തിന് കൊടുത്തിട്ടില്ല, ആർക്കും കൊടുത്തിട്ടില്ല, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുത്തിട്ടില്ല, സപ്ലൈകോയ്ക്ക് കൊടുത്തിട്ടില്ല, ഒരാൾക്കും കൊടുത്തിട്ടില്ല. ആ പൈസ ഇല്ല, ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ നോക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതിനെല്ലാം നമുക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ പറയുന്നത് ഭയങ്കരമായ കേരളം ഇതുവരെ കാണാത്ത ഫിസിക്കൽ ക്രൈസിസ് ആണ് അല്ലേ, പല പ്രതിസന്ധിയാണ്, പ്രശ്നമാണ്. മാഡമൊക്കെ എല്ലാ ദിവസവും പേര് ജോർജ് മാഡമൊക്കെ എല്ലാ ദിവസവും സംസാരിക്കുന്ന. അപ്പൊ നിങ്ങൾ വന്നാൽ എന്ത് ചെയ്യും? നമുക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട്, പൈസ ഉണ്ടാക്കാനുള്ള. പ്രൈം ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ടു കളക്ട് ടാക്സ്. Then only we will be able to implement welfare programs as well as development projects. പൈസ ഉണ്ടാക്കും. പൈസ ഉണ്ടാക്കാനുള്ള ഇഷ്ടംപോലെ വഴിയുണ്ട്. അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡിഫക്റ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിലാണ് ഞാൻ പറഞ്ഞ നേരത്തെ, ഹെൽത്തും ഹയർ എഡ്യൂക്കേഷനും. ഹയർ എഡ്യൂക്കേഷന് നമ്മൾ നേരത്തെ ഇവിടെ ഒരു സജഷൻ വന്നു, ജനറൽ എഡ്യൂക്കേഷനായിട്ട് കൂടി ഒന്ന് കണക്ട് ചെയ്യണം. നമ്മളിപ്പോൾ UG PG റിസർച്ച് അതിനെക്കുറിച്ച് മാത്രം യൂണിവേഴ്സിറ്റിയിൽ ഇന്നിവിടെ വളരെ ഗൗരവമായിട്ടുള്ള ഈ ക്വാളിറ്റി ആൻഡ് റെലവൻസ് ഓഫ് കരിക്കുലം എന്ന വിഷയം, അതുപോലെ തന്നെ ഈ സ്റ്റുഡൻറ് ബ്രെയിൻ ഡ്രെയിൻ്റെ കാര്യം, യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷനെ കുറിച്ചുള്ള പാളിച്ചകൾ, കറപ്ഷൻ, അതുപോലെ ഡെമോക്രാറ്റിക് അല്ലാത്ത ക്യാമ്പസ്, ഇതിനെക്കുറിച്ചെല്ലാം വിശദമായ ചർച്ചകളാണ്. വളരെ പരിണതപ്രതരായ ആളുകൾ വന്ന് ഒരു അഭിപ്രായം പറഞ്ഞു. തീർച്ചയായിട്ടും അതെല്ലാം വളരെ ഗൗരവത്തോടു കൂടി എടുത്തുകൊണ്ട് ഇന്നത്തെ ചർച്ചയാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന എല്ലാ ചർച്ചകളിലെയും ഡ്രാഫ്റ്റ് പേപ്പർ. അത് ഇന്നും നാളെയുമായിട്ട് അത് ഫൈനലൈസ് ചെയ്ത് ആ ഡ്രാഫ്റ്റ് പേപ്പർ ക്ലിയർ ചെയ്യും. ഞാൻ ഇതുപോലെ ഇത്രയും നമുക്കൊരു സംതൃപ്തി തോന്നുന്നില്ല. എന്നോട് പങ്കെടുത്ത എല്ലാവരും പറഞ്ഞു വളരെ നന്നായി എന്ന്. ഞാൻ സത്യത്തിൽ ഇത്രയും മനോഹരമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. അതിന് എനിക്കൊരു പങ്കുമില്ല. അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഡോക്ടർ അച്യുശങ്കർ സാറിനും ജ്യോതികുമാർ ചാമക്കാലേക്കും. എനിക്ക് അവരോട് 2 പേരോട് ഞാൻ വളരെ ഫോർമലായി പോകും, ഞാൻ നന്ദി പറഞ്ഞ. ഞാൻ അങ്ങനെ പറയാൻ പാടില്ല, കാരണം അവരെനിക്ക് എൻ്റെ ബ്രദേഴ്സിനെ പോലെയുള്ള 2 പേരാണ്. ഒരാൾ അനുജനും ഒരാൾ എനിക്ക് ജ്യേഷ്ഠനുമാണ്. അവർ 2 പേരോടും ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, പിന്നെ വേറെ ഒരു പണി എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത്രയും മനോഹരമായി ചെയ്തു. അത് പറയാതിരിക്കാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ എല്ലാവരും വന്നു, ഇതുമായിട്ട് സഹകരിച്ചു. തീർച്ചയായിട്ടും നിങ്ങളിലൂടെയാണ് ഇത് കൂടുതൽ സ്പ്രെഡ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യമേ രാവിലെ ഒരു നുണ പറയാൻ പാടില്ല. ഇതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഞാൻ നുണ പറഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ നുണയെന്ന് പറയണം, നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പൊളിറ്റിക്സ് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ നിഷേധിക്കുന്നത്. ആ പൊളിറ്റിക്സ് ഈ തെറ്റായ കാര്യങ്ങളെ എക്സ്പോസ് ചെയ്യുക എന്നതാണ് ആ പൊളിറ്റിക്സ്. പക്ഷേ ആ പൊളിറ്റിക്സിനേക്കാൾ ഞാൻ നിവർന്നിവിടെ നിൽക്കുന്നത് അതിനേക്കാൾ ഒരു നല്ല ഉദ്ദേശം, ഗുഡ് ഇന്റൻഷൻ ഉണ്ട് ഇതിനകത്ത്. ഇത് നന്നാവണം എന്നുള്ളൊരു ആഗ്രഹം, അതാണ് ഉയർന്നു നിൽക്കുന്നത്. ആ രാഷ്ട്രീയത്തേക്കാൾ ഇതിങ്ങനെ പോകരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്ത ആധിയാണ് മനസ്സിൽ, വല്ലാത്ത വിഷമമാണ് മനസ്സിൽ. ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ ഈ സംഘർഷം ഉണ്ടായപ്പോൾ ഒരു പ്രതിപക്ഷവും ചോദിക്കാത്ത ചോദ്യം, നമ്മളിത് അവസാനിപ്പിക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ അതിൻ്റെ കൂടി എരുതിയിൽ എണ്ണ ഒഴിച്ചൊന്ന് ആളി കത്തിച്ചാൽ മതി. ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രി ഗവർണറോട് പോയി സംസാരിക്കണം, ഇത് തീർക്കണം. കുഞ്ഞുങ്ങളാണ് ഇരകളാകുന്നത്, യൂണിവേഴ്സിറ്റികളാണ് തടവിലാകുന്നത്, തീർക്കണം എന്ന് പറഞ്ഞു. എന്നോട് പലരും വിളിച്ചു ചോദിച്ചു, സാധാരണ പ്രതിപക്ഷത്തിന്റെ ഭാഷയല്ലല്ലോ, സാധാരണ പ്രതിപക്ഷത്തിന്റെ ഭാഗമാണെങ്കിൽ നമുക്കിത് ഒരു കൊല്ലം കൂടി നീട്ടി നിർത്താം, ഒന്ന് കത്തിച്ച്. പക്ഷെ അത് നമുക്ക് സഹിക്കാൻ പറ്റണല്ലോ. സത്യം ഉള്ളു പെടഞ്ഞു പോവാണ്. നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, നമ്മൾ വളർന്നു വരുന്ന ഒരു ജനറേഷൻ അല്ലേ അതിന്റെ വിക്ടിംസ് ആവാൻ പോകുന്നത്. നമ്മൾ അവരെ അങ്ങനെ വിട്ടുകൊടുക്കില്ല. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടാണ്, ഒരു പോസിറ്റീവ് അപ്രോച്ചാണ്. ഇതിന് റിസൾട്ട് ഉണ്ടാവും, ഇതൊരു റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കും എന്ന കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. ഗ്യാരണ്ടി റിസൾട്ട് ഓറിയന്റഡ് ആയി. നിങ്ങൾ ഓർക്കും, കേരളത്തിൽ ഒരു വലിയ മാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടാകുമ്പോൾ അതിൽ നിങ്ങൾ കൂടി പങ്കാളിയാണ് എന്നുള്ള അഭിമാന ബോധം നിങ്ങൾ എല്ലാവരും പങ്കെടുത്ത എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. ഇനി ഉറപ്പാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി ശശികുമാർ സാറിന് കൂടി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ശശികുമാർ സാർ കൂടി ഇതിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്ത, പിന്നെ ഞാൻ പറയാതെ പോകാൻ പാടുള്ള ഒരാൾ ഇതിന്റെ ടെക്നിക്കൽ സപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തത് ആദിത്യ ശങ്കറാണ്. ശങ്കർ സ്റ്റേയിലേക്ക് പോകും. ഞാൻ ഹിസ്റ്ററി സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എപ്പോഴും ഞാൻ പുസ്തകം പറയും വായിക്കേണ്ടത്. അപ്പോൾ ഞാൻ വായിച്ചൊരു പുസ്തകം
ദ നട്ട്മഗ് കേഴ്സ് എന്ന് പറയുന്ന അമിതാഭ് ഘോഷിന്റെ ഒരു അതിമനോഹരമായ പുസ്തകമുണ്ട്. ആദിത്യ ശങ്കറിന് ഞാൻ ഇത് സമ്മാനമായിട്ട് നൽകുന്നു. നിങ്ങൾക്ക് വളർന്നിരിക്കുക ജനറേഷനാണ്, നന്നായി കാര്യങ്ങൾ ചെയ്ത് അപ്പൊ നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ തുടങ്ങിയപ്പോഴുള്ള ഒരു മിനിറ്റിലെ ഒരു ചെറിയൊരു ഡിലേ വന്നു, ഒരു 30 seconds, പിന്നെ പെർഫെക്ഷൻ ആയി. കറക്റ്റ്. താങ്ക് യു. എല്ലാവരോടും പ്രത്യേകം നന്ദി.